നിനക്ക് ഈ ആനന്ദ് കൃഷ്ണനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നെ കാരണക്കാരനാക്കി ആത്മഹത്യ ചെയ്യാനുള്ള സമയം പോലും നിനക്ക് കിട്ടില്ല. അതിനു മുമ്പ് നിന്റെ ഈ കയ്യിൽ വിലങ്ങ് വീഴ്ത്തിയിരിക്കും ഞാൻ. ഒരുങ്ങിയിരുന്നോ? ജീവിതകാലം മുഴുവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പശ്ചാത്താപ ഭാരവും പേറി ആഴിയെണ്ണി കഴിയാൻ. ജയിലിടിഞ്ഞാലും നീ വെളിയിൽ വരില്ല. എന്തിനാ നന്ദൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അല്ല അമ്മ, ഇത് ഈ സമയത്ത് ഒരു എടുത്തുചാട്ടമായിപ്പോയി. ആ സ്റ്റെയറിൽ എണ്ണ ഒഴിച്ചുകൊണ്ടുള്ള നാടകം എല്ലാവരും വിശ്വസിച്ചിരിക്കുകയായിരുന്നു. എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. അതിനിടയിൽ ഭാഗം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കണ്ടായിരുന്നു. നന്ദനെ, സ്റ്റെയറിൽ എണ്ണ ഒഴിച്ചുള്ള തന്ത്രം ഞാൻ പറഞ്ഞപ്പോഴും നീ അത് പഴഞ്ചൻ തന്ത്രമാണ്, വർക്ക്ഔട്ട് ആവില്ല എന്നും പറഞ്ഞ് എതിർത്തവളാ. എന്നിട്ട് എന്തായി? വർക്ക്ഔട്ട് ആയില്ലേ? അത്രയേ ഉള്ളൂ. അതല്ലമ്മേ, ആ സംഭവത്തിന് ശേഷം അരവിന്ദ് എന്നോടൊരൽപ്പം സ്നേഹം കാണിച്ചു വരികയായിരുന്നു. അതിനെന്താ ഇപ്പോ? അതിനെന്താണെന്നോ? അമ്മേ, ശിവരാമൻ അങ്കിളിനോട് നമ്മൾ ഷെയർ ചോദിച്ചെന്ന് അരവിന്ദ് അറിഞ്ഞാ പിന്നെ വലിയ പുകിലായിരിക്കും നടക്കാൻ പോകുന്നത്. എന്ത് പുകില്? സ്വത്ത് ഭാഗം വെച്ച് തരണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്കും അരവിന്ദിനും വേണ്ടിയിട്ട് തന്നെയാ. അവിടെ അമ്മയ്ക്ക് തെറ്റി. നമുക്ക് സ്വത്തും പണവും ഒക്കെ വലുതാ. പക്ഷെ അരവിന്ദ് അതിനൊന്നും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല അമ്മ. നീ ഇനി എന്തൊക്കെ ന്യായവാദങ്ങൾ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ, ഒരു രക്ഷകർത്താവിന്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞ് ന്യായം കണ്ടെത്താം. ശിവരാമകൃഷ്ണൻ വഴി ഇത് മൂവ് ചെയ്യാൻ പറ്റൂ. അഖിലയോട് പറഞ്ഞാലേ മുഖത്ത് ആട്ടി തുപ്പുവര്. ഞാൻ പറഞ്ഞിട്ടില്ലേ, തൃച്ചംബരത്തെ സ്വത്ത് അളന്നെടുക്കൽ തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് ഒരു മരുമകളുടെ കടമ കൂടിയാണെന്ന് കൂട്ടിക്കോ. മോളെ, നീ ആ വിലാസിനെ കണ്ടില്ലേ? തൃച്ചംബരത്തെ ആണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, രൂപമില്ലാത്ത വെറും നിഴൽ. മറ്റൊരു ഗതിയില്ലാതെ അഖിലാണ്ടേശ്വരിയുടെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു കോമാളി ജന്മം. അങ്ങനെയൊരു കോമാളി വേഷം എന്റെ മോൾക്ക് ഇവിടെ വേണ്ട. അതിന് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാളെ ആ അഖിലയുടെ സ്ഥാനത്ത് ഗംഗയും വിലാസിനിയുടെ സ്ഥാനത്ത് നീയുമായിരിക്കും. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അമ്മ പറയുന്നത് ശരി തന്നെയാ. പക്ഷേ ഒരു പക്ഷേയുമില്ല. നിന്റെ പേടി ഞാനും നീയും കൂടെ ചെന്ന് ശിവരാമനോട് ഷെയർ വേണമെന്ന് ചോദിച്ചത് ശിവരാമകൃഷ്ണൻ അരവിന്ദനോട് പറയൂന്നല്ലേ? ശിവരാമൻ ഒരിക്കലും അരവിന്ദനോട് പറയാൻ പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞ അതിന്റെ ഫലം എന്തായി ഭവിക്കുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ആ പേടി കളഞ്ഞേക്ക്. പേടിയല്ലമ്മേ, പേടിയല്ല എനിക്ക് അരവിന്ദനെ ഇഷ്ടമാ. പെട്ടെന്ന് എടുത്തടിച്ച പോലെ പെരുമാറുന്നേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്കും ഒന്നും ഇല്ലാത്ത നല്ലൊരു മനസ്സ് അവനുണ്ട്. എല്ലാവരെയും ഇഷ്ടമാ അമ്മ അവന്, പ്രത്യേകിച്ച് അവന്റെ ബ്രോയെ ആനന്ദിന്. ആനന്ദിനും തിരിച്ചതുപോലെ തന്നെയാ.
ശരിക്കും അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഉള്ളിൽ നിറയെ സ്നേഹവും പുറമെ കാർക്കശ്യമായിട്ട് നടക്കുന്ന അവനെ എനിക്കിഷ്ടം അമ്മ. അവനിപ്പോഴും എന്നോട് വെറുപ്പ് തന്നെയായിരിക്കും. എന്നാലും സാരമില്ല, ആ വെറുപ്പിനെയും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഏതായാലും കല്യാണിയെ നീ ഇതേ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഒരു മാനസിക അടുപ്പുണ്ടാക്കുക. അത് വെച്ച് കളിക്കാം നമുക്ക്. ശരി. അങ്കിൾ, ഗംഗേ, അങ്കിള് തിരക്കിലാണോ? ചില ഒഫീഷ്യൽ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അഖിലാന്റി എന്ന് വരും അങ്കിൾ? പൂജ കഴിഞ്ഞാൽ ഉടൻ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു മുമ്പ് വിളിച്ചു വച്ചതേ ഉള്ളൂ. പ്രധാനപ്പെട്ട പൂജകളൊക്കെ കഴിഞ്ഞെന്നാ പറയുന്നത്. അഖിലയുടെ ഇളയച്ചനല്ലേ, ഒന്നും പറയാനൊക്കില്ല. ഏതായാലും കല്യാണം അടുത്തതുകൊണ്ട് വളരെ വൈകില്ലെന്ന് പ്രതീക്ഷിക്കാം. മോളിരിക്കും. മുഖത്തിന് എന്തോ ഒരു വാട്ടം ഉണ്ടല്ലോ. അഖിലാന്റി ഇല്ലാതെ ഇവിടെ ഒരുതരം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന അങ്കിള്. ഇങ്ങനൊരു യാത്ര ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒന്ന് മുംബൈക്ക് പോയിട്ട് വന്നേനെ. കുറച്ച് ഫ്രണ്ട്സിനെ നേരിട്ട് കല്യാണം വിളിക്കുകയും ചെയ്യായിരുന്നു. ആന്റി ഇല്ലാതെ ബോറാവും. കൊള്ളാം. ഇവിടെ ഇപ്പൊ അഖില മാത്രമല്ലേ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാരും ഉണ്ടല്ലോ. ഓ, മറ്റാരാ അങ്കിള്? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആനന്ദൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കാറില്ല. വിലാസിനി ആന്റി സ്വയം അഖിലാന്റി ചമഞ്ഞ നടപ്പ്, അധികാരം കാണിക്കലും ഭരണവും കാരണം സഹിക്കാൻ വയ്യ. എന്ത് ബോറ. സ്വയം കോമാളിയാകുകയാണെന്നൊരു ചിന്തയെങ്കിലും വേണ്ടേ? കൂട്ടിനാ ജയന്തി. എന്ത് ചെയ്യാനാ മോളെ, അത് അങ്ങനെ ഒരു ജന്മം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഇറക്കി വിടാനും പറ്റില്ലല്ലോ. ആ അങ്കിളെ, മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. അരവിന്ദും നന്ദനയും ഇപ്പൊ സ്നേഹത്തോടെ കഴിയുന്നത്. മഹേശ്വരി ആന്റി നന്ദനയുടെ അമ്മയൊക്കെ തന്നെ. പക്ഷേ ആന്റി ഇവിടെ നിന്ന നന്ദന അരവിന്ദൻ തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുമോന്നൊരു സംശയം. ഒന്നാമത് തൃച്ചംബരത്തിന് കല്യാണം നടക്കാൻ പോവാ. അതിനിടയിൽ അരവിന്ദ് നന്ദനയും തമ്മിൽ പിണങ്ങിയ ഈ കല്യാണത്തെ വരെ അത് ബാധിച്ചെന്ന് വരും. മാത്രമല്ല, നന്ദന പിണങ്ങിപ്പോയ കല്യാണത്തിന് വരുന്നവര് നന്ദനെ അന്വേഷിക്കും. അപ്പൊ നന്ദന പിണങ്ങി നിൽക്കാണെന്ന് പറയുന്നത് ഏതായാലും തൃച്ചംബരത്തിന് അന്തസ്സല്ല. അതുകൊണ്ട് എത്രയും വേഗം മഹേശ്വരി ആന്റി ഇവിടുന്ന് ഒഴിവാക്കണം. അതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞതൊക്കെ എന്റെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ മഹേശ്വരിയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അറിയാം അങ്കിൾ. മഹേശ്വരി ആന്റി അടുത്ത ബന്ധുവൊക്കെ തന്നെയാ. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് തൃച്ചംബരത്തുനിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോ എന്ത് കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിവാക്കുമെന്ന നന്നായിട്ട് ആലോചിക്കേണ്ട തീരുമാനമാണ്. ഏതായാലും അഖില വരട്ടെ. അങ്കിൾ, അതിനുള്ള സമയമില്ല. അഖിലാന്റി വരുന്നത് വരെ മഹേശ്വരി ആന്റി ഇവിടെ നിൽക്കുന്നത് വലിയ റിസ്കാ. അങ്കിൾ തന്നെ ഒരു വഴി കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. ശരി, നോക്കാം. ഏതായാലും മോള് പോകും. എന്തെങ്കിലും വഴിയുണ്ടെന്ന് അങ്കിളൊന്ന് ആലോചിക്കട്ടെ. ശരി അങ്കിൾ.
അരവിന്ദ്, നന്ദനയുടെ ഈ മാറ്റം നല്ലതാ. പക്ഷേ മഹേശ്വരി അമ്മയുടെ ഈ വരവിന് പിന്നിൽ എന്തോ പ്ലാനിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാനിങ്? അത് വ്യക്തമല്ല. അല്ലെങ്കിൽ അമ്മയില്ലാത്ത സമയം നോക്കി ഇവിടെ ഒന്ന് നിൽക്കില്ലായിരുന്നു. അങ്ങനെയാണോ? നന്ദനെ കുറിച്ച് സ്നേഹം കാണിച്ചപ്പോ അവള് മാറിയെന്നാ ഞാൻ വിചാരിച്ചത്. ഈ കാണിക്കുന്നൊക്കെ അമ്മയുടെയും മോളുടെ തന്ത്രമാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല ബ്രോ. ഇതാ നിന്റെ കുഴപ്പം. അങ്ങനെ എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷങ്ങളെ ഉണ്ടാക്കൂ. എടാ, കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന വീട്. ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ പിണങ്ങാനോ വഴക്കുണ്ടാക്കാനോ പിരിഞ്ഞിരിക്കാനോ ഒന്നും പാടില്ല. എന്നാലും അവൾ എന്തിനാ ബ്രോ എൻ്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? ബ്രോയ്ക്കറിയോ, ഞാനിപ്പോൾ അവളെ സ്നേഹിക്കാൻ തുടങ്ങായിരുന്നു. അത് വേണം. ഉറപ്പായിട്ടും നീ നന്ദനെ സ്നേഹിക്കണം. അവള് പാവമാണെന്ന് ഇപ്പോഴും എന്റെ വിശ്വാസം. സ്നേഹവും കരുതലും കൊതിക്കുന്ന ഒരു സാധാരണ ഭാര്യ തന്നെയാ നന്ദന. ബ്രോ എന്തൊക്കെ ഈ പറയുന്നത്? സത്യം. അവളെ നീ അംഗീകരിക്കുന്നില്ലെന്നൊരു തോന്നലുള്ളതുകൊണ്ടാ അവൾ അമ്മയെ കൂട്ടുപിടിക്കുന്നത്. അല്ലെങ്കിലും ഒറ്റ മക്കളായി വളർന്നവർക്ക് വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കും. ദേ നോക്ക്, നന്ദന പാവം പെണ്ണ. അവളെ നീ സ്നേഹിക്കണം. നിന്റെ സ്നേഹവും പരിഗണനയും കിട്ടുമെന്ന് ഉറപ്പാവുമ്പോ അവള് നിന്റെ കൂടെ നിൽക്കും. പക്ഷേ മഹേശ്വരി അമ്മ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. അവരുടെ ഉള്ളിൽ വ്യക്തമായ എന്തൊക്കെയോ പ്ലാനുണ്ട്. അത് ഉറപ്പാ. സൂക്ഷിക്കണം. അതെ, കരുതിയിരിക്കണം. മഹേശ്വരി പ്ലാനിംഗ് ഒക്കെ നടപ്പാക്കി തുടങ്ങി. മഹേശ്വരിയും നന്ദനയും കൂടി ശിവരാമേട്ടന്റെ മുന്നിൽ പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാ മടങ്ങിയത്. മഹേശ്വരി എന്തൊക്കെയോ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. തൃച്ചംബരം ഭാഗം വെക്കുന്നതിനെ കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നോട് കൊമ്പ് കോർക്കാൻ വന്നപ്പോ അവരുടെ വായിന്ന് തന്നെ ഞാനത് കേട്ടതാ. ഏതായാലും അവരവിടെ നിന്നും പോയ ശേഷം ശിവരാമേട്ടന്റെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. തൃച്ചംബരത്തിന്റെ അളവില്ലാത്ത സ്വത്തിലല്ലേ മഹേശ്വരിയുടെ കണ്ണ്. അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിനുവേണ്ടി എന്ത് കുതന്ത്രവും അവർ മെനഞ്ഞുണ്ടാക്കും. അതിന്റെ ഭാഗമായിട്ടാ ശിവരാമേട്ടനെ സ്വകാര്യമായി പോയി കണ്ടത്. ആ കൂടിക്കാഴ്ച സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാകാനാണ് സാധ്യത. അഖിലേച്ചിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ അവസരം മുതലാക്കിയതാ മഹേശ്വരി. ശരി, മുന്നറിയിപ്പ് തന്നതിന് നന്ദി. അല്ലേലും ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയുമില്ല. കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്ന വഴിയെ പഠിച്ചോളും. ബ്രോ, ഇനി ഇളയമ്മ പറഞ്ഞത് ശരിയായിരിക്കുമോ? സംശയിക്കണ്ട, ശരി തന്നെയാണ്. മഹേശ്വരിക്ക് മകളുടെ കാര്യത്തിൽ ഉറപ്പ് വേണമെന്ന്. മഹേശ്വരിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. കെട്ടുറപ്പില്ലാത്തൊരു വിവാഹബന്ധം നയിക്കുന്ന മകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഏത് രക്ഷകർത്താവും ശ്രമിക്കും. അതിനെ കുറ്റപ്പെടുത്താനാകില്ല നമുക്ക്. അച്ഛൻ, എനിക്ക് ഷെയർ വേണ്ടെങ്കിലോ? കണ്ടില്ലേ, ഇതാണ് ഈ ആറ്റിറ്റ്യൂഡാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മഹേശ്വരിക്ക് അവരുടെ മകൾ സുരക്ഷിതയല്ലാന്ന് തോന്നലുണ്ടാക്കുന്നതും നിന്റെ എടുത്തുചാട്ടമാണ്. പിന്നെ ഞാൻ എന്ത് പറയണം? എന്റെ ഭാര്യയുടെ അമ്മ ചോദിച്ചത് എഴുതി കൊടുക്ക അച്ഛന്ന് പറയണോ? അച്ഛാ, ഞാൻ വെറും അരവിന്ദ് കൃഷ്ണനല്ല, തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണനാ. എന്താടാ ഇത്? അച്ഛാ, മഹേശ്വരി അമ്മ ഇവിടെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തോ പന്തികേടുണ്ടെന്ന്. പക്ഷേ ഇതായിരിക്കും ഉള്ളിലിരിപ്പെന്ന് ഞാനും കരുതിയില്ല. തൃച്ചംബരത്തെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി
മൂത്ത മരുമകളായി വന്നു കയറുന്ന പെണ്ണല്ലേ എന്നാ മഹേശ്വരിയുടെ ചോദ്യം. അച്ഛാ, അത് തൃച്ചംബരത്തെ പരമ്പരാഗത രീതിയല്ലേ? അത് മാറ്റണം മഹേശ്വരമാരാ. ബ്രോ, നന്ദന തിരിച്ചു കയറി വന്നപ്പോഴേ ഞാൻ ബ്രോയോട് പറഞ്ഞതല്ലേ ഇത് ശരിയല്ലെന്ന്. ഏത് ശരിയാകില്ലെന്ന്? അരവിന്ദ്, കുട്ടിക്കളിയല്ല കല്യാണവും പിന്നീടുള്ള ജീവിതവും. ശരിയാകില്ല പോ. ശരിയും തെറ്റുമൊക്കെ നീ തീരുമാനിക്കുന്നതാണ്. അച്ഛാ, ഇനി ഇവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് പാർട്ടീഷൻ ആവശ്യമാണെങ്കിൽ അത് നടക്കട്ടെ. ബ്രോ എന്തൊക്കെ പറയുന്നേ? ഈ തൃച്ചംബരത്തെ കീറി മുറിക്കാനോ? ബ്രോക്ക് ഇതെന്താ പറ്റേ? ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല. ഭാഗം വയ്ക്കുമ്പോ രണ്ടുപേർക്കും തുല്യമായിരിക്കും. കൂടുതലോ കുറവോ വന്നാൽ അതും ഒരു കാരണമാകും. ഏതായാലും അഖില വരട്ടെ. അച്ഛാ, തൃച്ചംബരത്തെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോ കൂടുതലും കുറവൊന്നും വരില്ല. എല്ലാം അരവിന്ദിന്റെ പേർക്ക് എഴുതിയാ മതി. എന്റെ സ്വത്ത് ഇവനാ അച്ഛാ, ഇവൻ മാത്രം. ബ്രോ, അരവിന്ദ് ഈ സ്വത്തൊന്നും കണ്ട് ഭ്രമിച്ചിട്ടില്ല. ഞാനൊരു പണക്കാരനാണെന്ന് സത്യമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ പണം ഇല്ല അച്ഛാ, ഞാനതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്റെ ലോകം നിങ്ങളൊക്കെ. നിങ്ങളുടെയൊക്കെ വഴക്കും ശകാരം കേട്ടില്ലെങ്കിൽ ഈ അരവിന്ദില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മയെ കാണാണ്ട് നെഞ്ചിലൊരു ഭാരം വന്നു തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളായി. അച്ഛാ, എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ ഈ ബ്രോയ. അല്ലാതെ എനിക്കൊന്നും വേണ്ടച്ച. എല്ലാം എന്റെ ബ്രോയ്ക്ക് കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ജന്മം തന്ന ഈ അച്ഛൻ ഒരു വിജയപീഠത്തിലാണ് നിൽക്കുന്നത്. പരസ്പരം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മക്കളെ കാണുമ്പോ ഏതൊരച്ഛനും ഒരു ലോകം പിടിച്ചടക്കിയ പ്രതീതിയാ ഉണ്ടാവുക. ഒരു ജന്മം സഫലമായതുപോലെ. തൃച്ചംബരം ആരും പങ്കുവെക്കുന്നില്ല. ഇത് തലമുറകളായി കൈമാറി വരുന്ന നേരാണ്. ഇനിയും അങ്ങനെ പോകാവൂ. അതെ അച്ഛാ, അങ്ങനെ പോവൂ. ആ അരവിന്ദ്, ഈ ഭാഗം വയ്ക്കലിന്റെ കാര്യം പറഞ്ഞത് മഹേശ്വരിയാണ്. അത് നന്ദനെ അറിഞ്ഞിട്ടില്ല. നന്ദനെ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് മഹേശ്വരി പറഞ്ഞു. അല്ല, ഇളയം അങ്ങനെയല്ലല്ലോ. നന്ദനയും കൂടി ഉണ്ടെന്ന് ഇളയമ പറഞ്ഞതല്ല ശരി, ഞാൻ പറയുന്നതാ. നന്ദന ഇതറിഞ്ഞിട്ടില്ല. വെറുതെ അവളെ അറിയിച്ച് നീ വിഷമിപ്പിക്കരുത്. അവൾ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ മരുമകളാ. ശരി, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അച്ഛാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വല്യുഞ്ഞേ, ആ എന്താ കാണണമെന്ന് പറഞ്ഞത്? കല്യാണി, ഇനിയും ആ ഗംഗയെ ഇങ്ങനെ വിട്ടാൽ അപകടമാണ്. ഇനിയും അവൾ ആരാണെന്ന് കണ്ടെത്താൻ വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അന്ന് വല്യുഞ്ഞ ആരൊക്കെയോ വരും, എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടെന്തായി? അത്
അത് മേനോന്റെ കാര്യമാ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാ. തെളിവുകളുമായി ഉടൻ മീറ്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. അമ്മ വരുമ്പോഴേക്കും അവൾ ആരാണെന്ന് തെളിവ് സഹിതം കണ്ടെത്തിയിരിക്കണം. അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? നീ ഒരിക്കൽ കൂടി ഈ മൈക്ക് ഗംഗയുടെ മുറിയിൽ വെക്കണം.